കണ്ടോ? എന്റെ ചക്ര മുത്തേ കാണിച്ചു കൊടുക്കടേ എല്ലാരും കണ്ട കൈ കാണിക്കേ. സാധാരണ കുട്ടികളല്ലേ അങ്ങനെ ചെയ്യാറ്? നമ്മൾ ഈ കലോത്സവത്തിനൊക്കെ കേട്ടിട്ടില്ലേ ഇങ്ങനെ ജഡ്ജസിനെ സ്വാധീനം. അതെ 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 അതെ. കണ്ടസ്റ്റൻസിനെ സ്വാധീനിക്കുന്നത്. ഇവൻ എന്റെ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ചു. അങ്ങനെ എനിക്കറിയില്ല, അതൊരു ഏജ് ഒന്നും പ്രശ്നമല്ല. അങ്ങനെ ഒരു എവിടെയാ സ്ഥലം? എവിടെയാ സ്ഥലം? കോഴിക്കോട് നാദാപുരം. അല്ല ചോദിക്കട്ടെ, ദിലീപ് അങ്കിളുടെ സിനിമകളെല്ലാം കാണാറുണ്ടോ? ആണോ? ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? ഇഷ്ടമുള്ള സിനിമ ഏറ്റവും അവസാനം കണ്ട പടം മതി. റൺവേ. പ്രിൻസ് ആൻഡ് ഫാമിലി. റൺവേ. റൺവേ കണ്ടതോ? അല്ല, ഏറ്റവും ഇഷ്ടമുള്ള സിനിമ റൺവേ. അല്ല, ഈ റിമി ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ അണ്ണന്? ഒത്തിരി ഇല്ല, ഇതുപോലെ വാച്ച് വാങ്ങിച്ചു. വാച്ച് എന്തോ ഇതാ വാച്ച്. വാച്ചിലെ ഫോട്ടോ ഉണ്ടോ? ആരാ? റിമു ആൻഡ് അണ്ണൻ. ദൈവം. അയ്യോ, ഞാൻ ചേട്ടന് മേടിച്ചു കൊടുത്തല്ലേ? അയ്യോ. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാണോ ശ്രീചേട്ടാ? കാരണം ഇങ്ങനെ അവന് ധൈര്യമായിട്ട് ഇടാലോ, എന്തായാലും ഫിനാലെ അല്ലേ, ഇനി ഇവര് പേടിപ്പിക്കേണ്ട കാര്യം പേടിച്ചിരിക്കേണ്ട അല്ലെ, ഫിനാലയിലല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ഇപ്പൊ ജഡ്ജിന്റെ അല്ലേ ഇത്? അപ്പൊ മോനെ, ഇപ്പൊ റിമിയുടെ എത്ര രൂപയുടെ സംഭവം കയ്യിലുണ്ട്? അത്രയൊന്നും പറയണ്ട, അത്രയൊന്നുമില്ല. എന്നാലും അറിയില്ല. മോതിരം 10,000. മോതിരം 10,000. വാച്ച് എത്രേന്റെ? അതറിയില്ല. എന്നാലും റിമി എത്ര രൂപയുടെ വാച്ചായിരിക്കും? അതൊരു 11 12 അങ്ങനെ എന്തോ മോനെ, അപ്പൊ ചോക്കട്ടെ, 10,012. പിന്നെ എന്റെ മോനെ ദേവി ഇങ്ങനെ കണക്കെടുക്കല്ലേ? 12 രൂപയുടെ വാച്ചല്ലേ അത്? മോനെ, നിന്നെ പറ്റിച്ചോണ്ടിരിക്കണ റിമി. ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന ബലൂണൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരില്ലേ, അവിടുന്ന് വാങ്ങിച്ച വാച്ചാണ്. ഒന്നല്ലടാ, അവൻ ആമസോണിൽ നിന്ന് മേടിച്ചത് അവൻ അറിയാം. അല്ല, ഞാൻ കണ്ടായിരുന്നു. നേരിട്ട് ഞാൻ ഓർഡർ ചെയ്യുന്ന കണ്ടായിരുന്നു. അടുത്ത് നിർത്തി ഓർഡർ ചെയ്ത് തെളിവെടുത്ത്. അതെ.